ഹായ്. സ്വന്തക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തമെന്ന് നമ്മൾ കരുതുന്നവരെല്ലാം നമുക്ക് സ്വന്തക്കാരാണോ? ഒറ്റ വാക്കിലൊരു മറുപടി പറയാം. നമ്മുടെ അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും നമ്മുടെ സ്വന്തക്കാരാണ്. ഇനി നമ്മുടെ അവസ്ഥ മോശമാണെങ്കിലോ? സ്വന്തക്കാരുമില്ല, ബന്ധുക്കാരുമില്ല, എല്ലാം പേരിനു മാത്രം. നമുക്ക് നമ്മൾ മാത്രമേ കാണൂ. പണവും പ്രതാപവും സന്തോഷവും ഒക്കെ കൂടെയുണ്ടെങ്കിൽ കൂട്ടിന് എല്ലാവരും കാണും. കൂടെ നിന്ന് സുഖിച്ചും സുഖിപ്പിച്ചും മുതലെടുക്കും. മാറി നിന്ന് കുറ്റം പറയാനും മിടുക്കരായിരിക്കും ഇവർ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ബുദ്ധി വേണം. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ ക്യാഷിനോളം മൂല്യമുള്ള ഒന്നുമില്ലെന്ന് മനസ്സിലാക്കുന്ന സമയമാണ് നമ്മൾ പ്രയാസപ്പെടുന്ന സമയം. എന്നാൽ ഏതൊരവസ്ഥയിലും നമ്മോട് കൂടെ നിൽക്കുന്നവരായ ഒരുപാട് സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും സപ്പോർട്ടിനുള്ളവരുമുണ്ട്. അവർക്കൊരാവശ്യം വന്നപ്പോൾ അവരോട് നമ്മൾ എങ്ങനെ പെരുമാറി എന്നതിനനുസരിച്ചായിരിക്കും അവരിൽ നിന്നും തിരിച്ചുള്ള മറുപടി. ഒറ്റപ്പെടലും അവഗണനയുമൊക്കെ ആദ്യത്തിൽ വലിയ ബുദ്ധിമുട്ട് തോന്നിപ്പിക്കുമെങ്കിലും കാലക്രമേണ ശീലമാവുമ്പോൾ ഒറ്റക്കായത് നല്ലതായി എന്ന സത്യം നമ്മൾ തിരിച്ചറിയും. അതനുസരിച്ച് സൂക്ഷ്മതയോടുകൂടിയ ഓരോ സ്റ്റെപ്പും വെക്കൂ. നമുക്ക് ഓടാൻ പറ്റുന്ന പ്രായത്തിലും സമയത്തിലും നമ്മൾ ഓടിയില്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത പ്രായത്തിലും നമ്മൾ നമുക്ക് വേണ്ടി ഓടേണ്ടി വരും. പലരും കൂടെയുള്ളവർക്ക് വേണ്ടി കൂടി ഓടേണ്ട അവസ്ഥയാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോഴും നമുക്ക് വേണ്ടി അല്പമെങ്കിലും മാറ്റിവെക്കാൻ തയ്യാറാകണം. മനസ്സറിഞ്ഞ് ആരും തരുമെന്ന് കരുതിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. കൊടുത്തതൊന്നും ആരും ഓർക്കാറില്ല. കിട്ടാത്തതിൻ്റെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് പ്രശ്നമാക്കും എന്നല്ലാതെ. മനുഷ്യനല്ലേ, മറക്കും, മാറും, മടുക്കും, മരിക്കും, ഇത്രമാത്രം. എന്നാലും ഒരു ഗർഭപാത്രത്തിൽ പിറന്നവരല്ലെങ്കിലും ഒരേ ചോര അല്ലെങ്കിലും സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടക്കുന്ന സൗഹൃദങ്ങളുള്ളവരും കുറവല്ല. എനിക്കാരും കൂടെ വേണമെന്നോ എന്നെ ആരും പരിഗണിക്കണമെന്നോ നിർബന്ധം പിടിക്കാതിരിക്കുക. ഇഷ്ടമുള്ളവർ മതി, അല്ലാത്തവർ അവരുടെ വഴിക്ക് പോകട്ടെ. പിടിച്ചു നിർത്താനൊന്നും നിൽക്കണ്ട. ഒറ്റക്കാണേലും ഹാപ്പി ആയിരിക്കാൻ പഠിക്കുക. സമാധാനം കൂട്ടിനുണ്ടെങ്കിൽ അത് മതി ഒരു മനുഷ്യനെ മനുഷ്യനാക്കാൻ. സമാധാനമില്ലായ്മ അഥവാ മനസ്സമാധാനമില്ലായ്മ ഒരു മനുഷ്യനെ മൃഗമാക്കാൻ സഹായിക്കും. നന്നായി ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ഒറ്റപ്പെടൽ നല്ല ഒരു രസമാണ്. ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയുണ്ടായാൽ മാത്രം മതി. ബാക്കിയൊക്കെ കൂടെ വന്നോളും. എല്ലാമാണെന്ന് കരുതുന്ന പല ബന്ധങ്ങളും ഒന്നുമല്ലായിരുന്നെന്ന് കാലം നമുക്ക് തെളിയിച്ചു തരും. അന്ന് നമുക്ക് വേണ്ട ഒരേ ഒരു സാധനം മനസ്സമാധാനം മാത്രമായിരിക്കും. നമ്മുടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ താക്കോല് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവൻ്റെ ഹാപ്പിയും ഫ്രീഡവും അവനവൻ്റെ മാത്രം ഉത്തരവാദിത്വമായി കാണുക. അവരുണ്ടെങ്കിലേ എനിക്ക് ഹാപ്പിയുള്ളൂ, അവരോടൊപ്പമേ ഞാൻ പുറത്തു പോകൂ എന്നൊക്കെ തരത്തിലുള്ള നിർബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യും. ജീവിത രസങ്ങളില്ലാതെ മുന്നോട്ട് പോകുക പ്രയാസകരമാണ്, അസാധ്യമാണ്. ബൈ മോട്ടിവേഷൻ മലയാളം.